ഗം ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആദ്യം തന്നെ വിഷു ആശംസകൾ നേരട്ടെ. വിഷു നാളെ ആണ് എങ്കിലും ഇന്നും നമ്മൾ വിഷുവായിട്ടാണല്ലോ പൊതുവെ. ഇന്നും നാളെയും കൂടി പക്ഷേ പണ്ടത്തെ പോലെ എവിടുന്നും പൊട്ടുന്നത് കേൾക്കുന്നില്ല. എന്താണെന്നറിയില്ല. ഇന്ന് രാത്രി കൊണ്ട് കേൾക്കുമെന്ന് വിചാരിക്കാം. പണ്ടൊക്കെ ഒരാഴ്ച മുമ്പേ തുടങ്ങുമായിരുന്നല്ലോ. ഇപ്പോൾ അതെല്ലാം മാറ്റം വന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ച് കളഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. എങ്കിലും കുട്ടികളുടെ വീട്ടിൽ പൊട്ടിക്കുന്നതല്ല, വേറെ ചില സാധനങ്ങൾ മത്താപ്പ് പൂത്തിരി എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എന്തായാലും വേണം. കാരണം കുട്ടികളുടെ ഉള്ളിലൊരു ഓർമ്മയായിട്ടങ്ങനെ എങ്കിലേ അത് പതിയുള്ളൂ. ഏതായാലും വിഷുവായിട്ട് എല്ലാവരും നല്ല ആഘോഷത്തിൻ്റെ മൂഡിലായിരിക്കും. ഇന്നലെ തലശ്ശേരി നഗരത്തിലൊന്നും ഒന്ന് ഇറങ്ങി നോക്കി, ഒരു ഷർട്ടൊക്കെ വാങ്ങണ്ടേ. അപ്പോൾ ഒരു രക്ഷയുമില്ല. വഴി മുഴുവൻ ബ്ലോക്കാണ്. ജനം നന്നായിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്നുണ്ട്. ജനങ്ങളുടെ കയ്യിൽ കാശില്ല എന്ന് പറയുന്നുമുണ്ട്. പക്ഷെ പൊട്ടിക്കുന്നതിനൊരു കണക്കുമില്ല. പൈസ സ്വർണം മേടിക്കൽ മാത്രമേ നടക്കാതുള്ളൂ. 70,000 കടന്നല്ലോ. അപ്പം ഇനി സ്വർണത്തിൻ്റെ പൂതി എല്ലാവരും അവിടെ വെക്കേണ്ടി വരും. ബാക്കിയുള്ള പൂതിയൊക്കെ നടക്കും. അതും വലിയ പണക്കാർക്ക് നടക്കും. ഇടത്തരക്കാർക്ക് കുറച്ച് വിഷമാവും ഇനി സ്വർണത്തിൻ്റെ പൂതി ഉണ്ടെങ്കിൽ. ഏതായാലും നമുക്ക് നമ്മുടെ ഫലം പറയാം. മറ്റ് ഫലങ്ങളെല്ലാം ഇവിടെ അതിനു വേണ്ടി പ്രത്യേകമായിട്ട് പറയുന്ന ജ്യോതിഷികളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അവരൊക്കെ വിഷുഫലമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. അതുകൊണ്ട് അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നതിലൊന്നും വലിയ കാര്യമില്ലല്ലോ. അല്ലെങ്കിലും പണ്ടാരോ പറഞ്ഞതുപോലെ ഇതിൻ്റെ അകത്തുള്ള പല തമാശയും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് തമാശയായിട്ട് തോന്നാറുണ്ട്. അങ്ങനെയാണത്. അത് പണ്ടത്തെ കാലത്ത് രാജാവിന് വേണ്ടിയാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കിയത്. വസ്ത്രമേതാണ്, കമ്പിളിയാണോ, മറ്റേതാണോ, മറിച്ചേതാണോ, ഇങ്ങനെയുള്ള കുറേ 100 കൂട്ടം കാര്യങ്ങൾ. നിന്ന് കണി, ഇരുന്ന് കണി, കിടന്ന് കണി, ഇങ്ങനെ. അതിന് ഞാൻ നിഷേധിക്കുന്നതല്ല. ഒക്കെ തമാശയായി മാറി. പണ്ടത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ലല്ലോ. പണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നാടുവാഴികൾക്കും രാജാക്കന്മാർക്കൊക്കെ വേണ്ട പരിപാടിയായിരുന്നു ഇത്. ഇത്തരം കാര്യങ്ങളൊക്കെ രാജാവിന് കുറിച്ചു കൊടുക്കാനും മറ്റൊക്കെ ആസ്ഥാന ജ്യോതിഷികളുണ്ടാവും രാജകൊട്ടാരമാവുമ്പോൾ. ഇപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ നവരത്നങ്ങൾ എന്ന് പറയുന്ന 9 മഹാപണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ എപ്പോഴും ഹാജരുണ്ടാവും. അതിൽ ഒരാളാണ് വരാഹമിഹിരൻ, ജ്യോതിഷത്തിൻ്റെ ആചാര്യൻ എന്ന് പറയുന്ന ആൾ. ഒരു കോളുണ്ട്, ശേഷം ഇതിലേക്ക് വരാം. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, കേൾക്കുന്നില്ലേ? എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് പഴയങ്ങാടി. ശരി, പറഞ്ഞോളൂ. ഡേറ്റ് പറയൂ. 23/10/86.
സമയം പറയൂ. രാത്രി 11:45. ആണ് പെണ്ണ് അത് പറയണം. മകൻ്റെതാണ്. മകൻ്റെതാണ്. ആ, എന്താണ് മകനെ കൊണ്ട്? അവന് ഇപ്പൊ ജോലി ഉണ്ട്, എന്നാലും ജോലിയെ സംബന്ധിച്ച് പിന്നെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊന്നും ആയിട്ടില്ല. ശരി, ജോലി നിലവിലുണ്ടല്ലോ അല്ലേ? ഉണ്ട്, ജോലി ഉണ്ട്, ഇപ്പോൾ ഉണ്ട്. ആ, അത് എവിടെയാണ്? ഗൾഫിലാണ്, ദുബൈയിലാണ്. ദുബായിൽ. ആ, മോശമില്ലാണ്ട് പോകുന്നില്ലേ? ഉണ്ട്, മോശമില്ലാണ്ട് പോകുന്നുണ്ട്. ആ, പിന്നെ എന്താണ്, സന്താന വിഷയത്തിൽ കുഴപ്പമുണ്ട്. ഓ, കുറച്ച് ദോഷം തന്നെയാണ് ആ വിഷയത്തിൽ. 5-ാം ഭാവത്തിൽ ശനി അഷ്ടമാധിപത്യം വഹിച്ച് നിന്ന് കഴിഞ്ഞാൽ സന്താനങ്ങളുടെ കാര്യത്തിൽ കുറച്ച് വിഷമങ്ങൾ ഉണ്ടാവുമെന്നാണ്. അതാണെങ്കിൽ ആ ശനി തീരാൻ 2031 വരെ ഉണ്ട് താനും. കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷം ആയോ? ഇല്ല, കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞുള്ളൂ. 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. വൈകിട്ടാണ് കഴിഞ്ഞത് അല്ലേ? 37 വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്. ഏതായാലും ആ വിഷയത്തിൽ ഇവരിപ്പോൾ പിന്നെ ഭാര്യ എവിടെയാണോ ഉള്ളത്? ഭാര്യ ദുബായി തന്നെ ഉണ്ട്. ദുബായി തന്നെ ഉള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി വന്നു കഴിഞ്ഞാൽ അതിനുള്ള വേണ്ട കർമ്മങ്ങളും പരിഹാരങ്ങളും ഒക്കെ ചെയ്യാൻ നോക്കാൻ പറയൂ. അതിന് പരിഹാരമൊക്കെ ഉണ്ടല്ലേ? ആ, അതൊക്കെ കുറേ ഒരു പരിധി വരെയൊക്കെ അത് നടക്കും പരിഹാരങ്ങൾ. അത് പൂർണ്ണമായിട്ടും ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എങ്കിലും പ്രത്യേകിച്ചിട്ട് അത് രണ്ടുപേരുടെയും ജാതകവും പരിശോധിക്കണ്ടേ? അപ്പോൾ അത് ഭാര്യയുടെ ജാതകവും കൂടിയൊക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ അകത്ത് എന്താണ് പിന്നെ പരിഹാരം വേണ്ടതെന്ന് നിശ്ചയിക്കുക. ഏതായാലും ഈ ജാതകത്തിൽ ദോഷമുണ്ടത് എന്തെല്ലാം പറഞ്ഞാലും. അതുകൊണ്ട് തന്നെ പിന്നെ അത് ഗൗരവത്തിൽ കണക്കിലെടുക്കണം, പ്രത്യേകിച്ച് ഈ ശനിയുടെ ദശ നടക്കുന്നത് കൊണ്ട്. ശനിദശ അതല്ല ഞാൻ പറഞ്ഞ 31 വരെ ഉണ്ട്. ഇപ്പൊ 25 6 കൊല്ലം കൂടി ഉണ്ട്. ജോലിയിൽ ഒരു പുരോഗതി കാണുന്നില്ല, അതുകൊണ്ടാണ്. അല്ല, ജോലിയിൽ ഇപ്പം ദൈവം സഹായിച്ചിട്ട് രണ്ടുപേരും അവിടെ ആവുമ്പം വലിയൊരു പ്രശ്നം. അവൾക്ക് ജോലിയുണ്ടോ ഭാര്യക്ക്? അവൾക്ക് ഇപ്പൊ ജോലി കിട്ടിയിട്ടുണ്ട്, 2 ആഴ്ചയായിട്ട്. അപ്പൊ അന്നേരം മാറ്റം വരുമല്ലോ ഇനി. അത് ഒരാളുടെ ഗൾഫിൽ അങ്ങനെയാണ്, ഞാൻ അവിടെ പോയിട്ട് ഒരുപാട് കണ്ടതാണ്. രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിലാണ്, അല്ലെ ഭർത്താവിന് അത്തരത്തിലുള്ള വലിയ ജോലി ഏതെങ്കിലും ഒരാൾക്ക് വലിയ രൂപത്തിലുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ അല്ലാത്തവർക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തെങ്കിലും സമ്പാദിക്കൂ. ശരി, അപ്പോൾ അങ്ങനെ ആകുമ്പം ഇനിയിപ്പോൾ ഒരാളുടെ സമ്പാദിക്കാം, ഒരാളുടെ പിന്നെ ചെലവ് കഴിയാൻ ഒരാളുടെ എടുക്കാം, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇനി അത് മാറ്റം വരുമല്ലോ, ഇത്രയും കാലം പോലെ അല്ലല്ലോ. ഇനി ഭാര്യയും കൂടി കൊണ്ടുവരുമ്പോൾ അങ്ങനെയല്ലേ, അങ്ങനെ സമാധാനിക്കുക. അല്ല, ഇയാൾക്ക് ഈ ശനിദശയിൽ വലിയ പുരോഗതി ഒന്നും ഉണ്ടാവില്ല. ബുധൻ വന്നാൽ മാത്രമേ പുരോഗതി ഉണ്ടാവുള്ളൂ. 45 വയസ്സിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഈ ഒരുവിധം മെച്ചപ്പെട്ട് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ ഭാഗ്യമാണ്. അങ്ങനെ സമാധാനിക്കൂ. അത്ര നല്ല ശനിയല്ല ഇത്. അഷ്ടമാധിപത്യം വഹിച്ചുകൊണ്ട് വൃശ്ചികത്തിൽ നിൽക്കുന്ന ശനി എന്ന് പറഞ്ഞാൽ മഹാമോശ ശനിയാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കാൻ പറയണം അയാളോട്. അതായത് വെറുതെ കൊഴുപ്പൊന്നും ശരീരത്തിൽ ഇങ്ങനെ വലിച്ചു കയറ്റരുതെന്ന് പറയണം. അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ തീറ്റയോടൊരു താല്പര്യമുള്ളവനാണ്, അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ പറയണം. തിന്നാൻ കിട്ടിയ അതാ പറയുന്നു, തിന്നാൻ കിട്ടിയ വിടില്ല, എത്രയാ തിന്നാന്ന് കയ്യും കണക്കുമില്ല. അപ്പോൾ അന്നേരം ഇതെവിടെയാ കൊണ്ട് പിടിക്കുക? അത് റെഡ് മീറ്റ് എന്ന് പറയുന്ന പിന്നെ പശു, ആട്, പോത്തുപാട് അല്ല, പോത്തും പശുവൊക്കെ തിന്നു കഴിഞ്ഞാൽ ഇത് പിന്നെ പശുവിനെ തിന്നുന്ന പിന്നെ ഞാൻ അതിനോട് എതിർപ്പാണ്. അത് പോട്ടെ, ചിക്കനും മട്ടനും. ഈ മട്ടൻ എന്താ കൊഴുപ്പല്ലേ, നല്ല കൊഴുപ്പല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിന് ഒരു കാര്യം പ്രത്യേകം അവനോട് പറയണം, ഇങ്ങനെ അത്ര നല്ല കാലമല്ല, അതുകൊണ്ട് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാതെ നോക്കണമെന്ന് പറയണം. കൊളസ്ട്രോൾ, അത് ഞാൻ പറഞ്ഞതിൻ്റെ ആന്തരികാർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് അതൊന്നും പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, ശരി, ദേവി രക്ഷിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്
നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ പറഞ്ഞത് ഈ പിന്നെ ശനിയുടെ മാറ്റം, ശനിയുടെ മാറ്റങ്ങൾ പിന്നെ ആഗോളതലത്തിൽ ചർച്ചയാണല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ആഗോളതലത്തിൽ എന്ന് പറയുന്നത് ഈ എന്താ പറയുക, നെറ്റിൻ്റെ ലോകത്തിൽ ആണല്ലോ ഇതിൻ്റെ ചർച്ച. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഇതാരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ കേരളക്കാരായിരിക്കും കാര്യമായിട്ട് നോക്കുന്നവർ. അങ്ങനെയുള്ളവർക്കൊന്നും ഇതെന്താണെന്നുള്ള പോലും അറിയില്ലല്ലോ. അവരൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇനി ജ്യോതിഷത്തിനൊന്നും അധികകാലം ഭാവി ഉണ്ടാവുമെന്ന്. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു എന്താ പറയുക, സയൻറ്റിഫിക് ടെമ്പർ കൂടുന്നതുകൊണ്ടാണോ എന്തോന്നും അറിയില്ല. ജ്യോതിഷികൾക്കൊന്നും ഇത് വലിയ സൂപ്പർ കാലഘട്ടം, എൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു. ഒരു എന്താ പറയുക, ആ ലെവലിൽ ജ്യോതിഷികൾ, ഞാൻ മാത്രമല്ല, മൊത്തം അടിച്ച് കസറിയ കാലഘട്ടമായിരുന്നു. 2000-ൻ്റെ തുടക്കമൊക്കെ അങ്ങനെ ജ്യോതിഷത്തിൻ്റെ ഏറ്റവും പുഷ്കലകാലം എന്ന് പറയുന്ന കാലഘട്ടം. അതങ്ങനെയാണ്. ഏതൊരു കാര്യത്തിനും അതിൻ്റെ ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും. അത് പണ്ട് ഒരു കാലത്ത് ബാങ്കുകാർക്ക് മാത്രമായിരുന്നു പെണ്ണിനെ കിട്ടിക്കൊണ്ടിരുന്നു. ബാങ്കിലാണോ? അയ്യോ, ബാങ്കുകാരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവത്തിൻ്റെ തൊട്ട് താഴെയുള്ള ആളാണ് ബാങ്കുകാരൻ. ബാങ്കിലെ പ്യൂണിൻ്റെ പണിയായാലും മതി. അത് കഴിഞ്ഞ് ബാങ്കുകാരൻ്റെ അഡ്രസ്സില്ല. അവൻ്റെ വലിയ ഇതൊക്കെ അങ്ങ് പോയി. പണ്ടത്തെ മാനേജർ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ മാടിക്കുത്തഴിച്ചിടും മാനേജറെ കാണുമ്പോൾ തന്നെ. കാരണം 25 ലക്ഷം റുപ്യ മാനേജർക്ക് പാസ്സാക്കാനുള്ള പവറുണ്ട് അന്നത്തെ കാലത്ത്. അതായത് ഒരു 50 കൊല്ലം മുമ്പേ ഒക്കെ കനറ ബാങ്കിൻ്റെയൊക്കെ മാനേജർക്ക് അത്രമാത്രം പവറാണ്. ഇന്ന് അയാൾക്കൊരു പവറും ഇല്ല. അയാൾക്കെല്ലാം സിസ്റ്റത്തിൽ കയറ്റി അവൻ്റെ സ്കോറൊക്കെ നോക്കി മേലെ നിന്നാണ് പാസ്സാക്കുക. ഇയാൾ വെറും റബ്ബർ സ്റ്റാമ്പ് മാത്രമായി മാനേജർ. ഇപ്പം മാനേജറെ കണ്ട് മുണ്ടഴിച്ചിട്ടിട്ട് ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പവറെല്ലാം പോയ മാനേജറാണ്. അപ്പോൾ ഇതേപോലെ ഓരോ ആൾക്കാർക്ക് പവർ കൂടിയ കാലവും പവർ കുറഞ്ഞ കാലവും ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടാണ് ഗൾഫുകാരെന്ന് പറഞ്ഞിട്ട്, ഗൾഫുകാരെന്ന് പറഞ്ഞാൽ പിന്നെ ഓടിപ്പിടിച്ച് പെണ്ണിനെ കൊടുക്കുന്ന കാലമായിരുന്നു അത്. ഇപ്പോൾ ഒരു പെണ്ണിനും ചെക്കനേ വേണ്ട, അത് വേറെ കാര്യം, അത് അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഗൾഫുകാരൻ്റെ കാര്യവും പിന്നെ ഗൾഫുകാരന് പെണ്ണേ കിട്ടാതായി. ഇപ്പോൾ രണ്ടാമത് ഇപ്പം ആർക്കും പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളത് മറ്റൊരു കേസ്. പിന്നീടാണ് സർക്കാർ ഉദ്യോഗസ്ഥന് ഭയങ്കര ഡിമാൻഡ് വന്നത്. ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പറയുന്നത് ഞങ്ങൾക്കും കിട്ടുന്നില്ല എന്ന്. അപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുക? എല്ലാവരുടെ കാര്യവും അത് വലിയ ദുരിതത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക എന്നുള്ള കാര്യം സംശയമില്ല. അത് പെൺകുട്ടികളുടെ മൈൻഡ് സെറ്റ് മാറിയിരിക്കുന്നു. അതായത് പണ്ടത്തെ തലമുറയിലെ പെണ്ണിന്, ഈ കഴിഞ്ഞ തലമുറയിലെ പെണ്ണിന് പോലും ഒരു പങ്കാളി വേണം എന്ന ചിന്തയാണ്. 2K പെൺകുട്ടിക്ക് അതില്ല. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് തമാശയല്ല ഞാൻ പറയുന്നത്, ചിരിക്കാനുള്ള വകുപ്പല്ല അത്. എന്നാലും ചിരിക്കാതെ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. നമ്മളെല്ലാം ഏതായാലും രക്ഷപ്പെട്ടു പോയി. ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോട്ടയം. പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 31/7/91 രാവിലെ 10:30 മണി. ആരുടേതാണ്? മകളല്ല. പൂരിട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി. 10/30/7/91 അല്ലേ പറഞ്ഞത്? 31 ആ ശരി. ഓക്കെ. 31 ഉത്രട്ടാതി. എന്താണ് അറിയേണ്ട വിഷയം? പറയൂ.
ജോലിയെല്ലാം ഇപ്പൊ ഉണ്ട്. ആ. ഗൾഫിലേക്ക് പോകാൻ പറ്റുമെന്നുള്ള അറിയാം. എന്ത് ജോലിയാണ് ഇപ്പം ചെയ്യുന്നത്? ഇപ്പൊ IT മേഖലയിൽ. IT മേഖലയിൽ ഇപ്പം നടക്കുന്നത് ശുക്രൻ്റെ സ്വാപഹാരമാണ്. ഒപ്പം ഏരശനിയുടെ ദോഷവുമുണ്ട്. 27 വരെ സമയത്തിൻ്റെ പൂർണ്ണമായ ആനുകൂല്യമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ വല്ലതും ഉദ്ദേശമുണ്ടെങ്കിൽ പരിഹാരങ്ങൾ ചെയ്യാൻ പറയണം. നാട്ടിലില്ല, അതെ, ബാംഗ്ലൂരാണോ ഉള്ളത്? ബോംബെയില്. ബോംബെയിൽ. ആ നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് ഈ ജാതകപ്രകാരം ഏരശനി മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുന്ന സമയമാണല്ലോ അത്. അതിൻ്റെ ദോഷമുണ്ടാവും. പിന്നെ സ്വാപഹാരവും അത്ര നല്ലതല്ല. അതായത് പിന്നെ ഇതിൻ്റെ ശുക്രൻ്റെ സ്വാപഹാരം പിന്നെ ഒരുമാതിരി മാനസിക സമ്മർദ്ദവും ഒക്കെ അനുഭവപ്പെടുമെന്നാണ്. ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥ ഉണ്ടായിത്തീരും. ജോലിയും പൈസയൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ കാര്യം. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പലതരത്തിലും ടെൻഷൻ അനുഭവപ്പെടും. അങ്ങനെയൊക്കെ ഈ സമയത്തിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ വളരെയേറെ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്, വളരെ ശ്രദ്ധിക്കാനും പറയണം. അതൊക്കെ ഈ ഏരശനിയുടെ ഒരു പ്രത്യേകതയാണ്, പെട്ടെന്നുണ്ടാവുന്ന അനർത്ഥങ്ങൾ. അപ്പോൾ അതൊക്കെ നോക്കാൻ പറയണം. പിന്നെ കുടുംബത്തിലുള്ള ഏതൊക്കെയോ ദേവതകളെ കാണുന്നുണ്ട്, അതിൻ്റെ ഒക്കെ. ഏത് ദേവത ഏതാന്നറിയില്ല. ഭദ്രകാളി, ഗുളികൻ അവരാണ് കാര്യമായിട്ട് പറയേണ്ടത്. ഭദ്രകാളി ബന്ധം നിങ്ങൾക്കും അറിയില്ലേ? അറിയില്ല. അല്ല, നിങ്ങൾക്കും അറിയില്ലേ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവളുടെ അമ്മയുടെ അമ്മയാണല്ലോ നിങ്ങൾ. നിങ്ങൾക്കും അറിയില്ലേ, പിന്നെ ഇനി ആരോടും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം കുടുംബത്തിലുള്ള ഇപ്പോൾ ഉള്ള മൂത്തയാൾ നിങ്ങളായിരിക്കുമല്ലോ. നിങ്ങൾക്കും അറിയില്ല, പിന്നെ ഇനി ആരോട് ചോദിക്കാനാ? പിന്നെ അത്തരത്തിലുള്ള വലിയ ജ്യോതിഷികളൊക്കെ കണ്ടുപിടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ സ്വർണ്ണപ്രശത്തിലും മറ്റൊക്കെയാണ് കണ്ടുപിടിക്കുക. അത്തരത്തിലുള്ള ആൾക്കാരിപ്പം കുറവാണ്. അതിൽപ്പെട്ട ആരോടെങ്കിലും ഒന്ന് ബന്ധപ്പെട്ടാലൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കാരണം തൽക്കാലം അങ്ങനെ ചെയ്യൂ. കൊടുങ്ങല്ലൂരൊക്കെ ചെയ്യൂ. പിന്നെ നമ്മളെ തിരുവഞ്ചേരിക്കാവ് അവിടെയൊക്കെ ചെയ്യൂ. തൽക്കാലം ഒരു ശമനം കിട്ടും അതിൻ്റെ ദോഷത്തിന്. പിന്നെ ഈ ശുക്രൻ്റെ സ്വാപഹാരം നടക്കുന്നതുകൊണ്ട് മൂകാംബികയിൽ അത് പോകുന്നത് അല്ല. ഇപ്പോൾ അവളിപ്പം ബോംബെയിലായതുകൊണ്ട് അവൾക്ക് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ ബോംബെയിൽ നിന്ന് നേരിട്ട് മൂകാംബിക വന്നിട്ട് തിരിച്ചു പോകാം, അത് നല്ലതാണ്. അങ്ങനെ സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വരാൻ ഇപ്പോൾ എളുപ്പമാണല്ലോ. ബോംബെയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ബൈന്ദൂര് മൂകാംബിക സ്റ്റേഷൻ എന്ന് പറയും, മൂകാംബിക റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഇറങ്ങിയിട്ട് നേരെ കാറും പിടിച്ച് മൂകാംബിക പോയിട്ട് തൊഴുതിട്ട് നേരെ അടുത്ത വണ്ടിക്ക് കയറിയിട്ട് അങ്ങോട്ട് ബോംബെയിലേക്കും പോവാം. അങ്ങനെ എത്രയോ പേര് ബോംബെയിൽ നിന്നൊക്കെ വന്നിട്ട് അമ്മേനെ കണ്ടിട്ട് പോകാറുണ്ട്. അതൊക്കെ ഈ ശുക്രദശയിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ എല്ലാം നല്ല നിലയിലേക്ക് വരുമല്ലോ. ഈ ശുക്രൻ്റെ ഇത് 27-ന് ശേഷം പിന്നെ നല്ല കാലം തുടങ്ങുമല്ലോ. അത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത ലെവലിലേക്ക് ഉയരാം. വലിയ രാജയോഗം മറ്റൊക്കെ വന്നേക്കാം. അതിനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഞാൻ പറയുന്നില്ല, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാലോ. എല്ലാം നല്ല നിലയിൽ പോകട്ടെ കേട്ടോ. ശരി, ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ ശനിയുടെ ഈ പിന്നെ വൃശ്ചികൻ രാശിക്കാരെ ഫലമാണ് ഇനി പറയേണ്ടത്. തുലാം രാശിക്കാരെ കൊണ്ട് ഞാൻ പറഞ്ഞു. തുലാം രാശിക്കാർ കുഴപ്പമില്ല, നല്ല സമയമാണ്. ഭവന നിർമ്മാണത്തിനൊക്കെ ഏറ്റവും സമയമാണ്. തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വിശാഖം, പിന്നെ ചോതി, പിന്നെ വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ചോതി, ചിത്തിരയുടെ പകുതി. അതാണ് ഈ തുലാക്കൂറ് അല്ലെങ്കിൽ തുലാം രാശി എന്ന് പറയുന്നത്. അവർക്ക് പൊതുവേ നല്ല കാലഘട്ടം തന്നെയാണ്. അതേപോലെ വൃശ്ചികം രാശിക്കാർ വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും ചേർന്ന വൃശ്ചികൻ രാശിക്കാർ, അവർക്കിപ്പോൾ കണ്ടകശനിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. സ്വാഭാവികമായിട്ടും പിന്നെ 5-ാം ഭാവം കൊണ്ട് അങ്ങനെ പറയുന്നില്ലെങ്കിലും ദോഷങ്ങളൊന്നും പ്രധാനമായിട്ടും ഇനി ഇതാകാനില്ല.
അല്ലെങ്കിൽ തന്നെ 4-ലെ കണ്ടകശനി അത്ര ശക്തിയുള്ളതല്ല. ലൈറ്റായിട്ടുള്ള ചില ദോഷങ്ങൾ മാത്രം ചെയ്യുന്നവനായിട്ടാണ് എൻ്റെ അനുഭവം. ഇതൊക്കെ നമ്മൾ കുറേ മറ്റുള്ളവരുടെ സ്വന്തം അനുഭവവും മറ്റുള്ളവരുടെ അനുഭവങ്ങളൊക്കെ താരതമ്യം ചെയ്തിട്ടാണല്ലോ ഇതൊക്കെ പറയുന്നത്. പിന്നെ കുറേ പേരുമായിട്ടുള്ള ചർച്ച, അതൊക്കെ ഇങ്ങനെയുള്ള വർത്തമാനത്തിന് ആവശ്യമാണല്ലോ. ഞാൻ ജനബന്ധമോ അല്ലെങ്കിൽ പബ്ലിക്കുമായിട്ട് ബന്ധങ്ങളോ അല്ലെങ്കിൽ വെറും ജോലി സംബന്ധമായ മാത്രം വർത്തമാനം പറയുന്ന ജ്യോതിഷിക്കൊന്നും ഇങ്ങനെയുള്ള പരിപാടിയൊന്നും നടത്താൻ പറ്റില്ല. കാരണം ഇത് മറ്റ് കാര്യങ്ങളെക്കുറിച്ചും കൂടി നമുക്കൊരു ധാരണ വേണം. അത് അറിവ് നേടുക എന്നുള്ള ഒരു ഘടകം. രണ്ടാമത്തെ ഘടകം നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം, പബ്ലിക്കുമായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും പറയുന്നതും അവർ ഇപ്പം പിന്നെയെല്ലാം പണ്ടത്തെ പോലെയല്ലല്ലോ. എല്ലാവരും വാട്സാപ്പിലും ഫോണിൽ തന്നെ വിളി പോലും കുറഞ്ഞല്ലോ. എല്ലാം മെസ്സേജ് അയച്ച് ചോദിക്കുന്നു. അതിനൊക്കെ നമ്മളെ പരിചയക്കാരുമൊക്കെ ആയിട്ട് നമ്മൾ അവർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും ആ സമയത്തുണ്ടാകുന്ന ഫലങ്ങൾ എന്ത്. ഞാനുമായിട്ട് എൻ്റെ പൂജയിൽ വന്ന ആൾക്കാരുമായിട്ട് ഭയങ്കര ബന്ധമുണ്ടല്ലോ. അവർ ഏതൊരു കാര്യത്തിനും എന്നെ ബന്ധപ്പെടും. അപ്പോൾ അങ്ങനെ ആയിരക്കണക്കിന് ആളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് എനിക്കിതൊക്കെ ഒരു ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അത്ര വലിയ ദോഷമൊന്നുമില്ല. പിന്നെ വലിയ ഗുണം ചെയ്യുമെന്ന് വെച്ചാൽ അതും പറയാനില്ല. അങ്ങനെ അങ്ങ് പോകും. അവൻ്റെ ഉപദ്രവമൊന്നുമില്ല. പിന്നെ വ്യാഴം ക്ഷേത്രവും കൂടിയാണല്ലോ, അതും ഒരു സമാധാനമാണല്ലോ. വ്യാഴത്തിൻ്റെ വടക്കൻ ശനി വടക്കാക്കില്ലെന്നാണല്ലോ പൊതുവേ ഒരു വർത്തമാനം. അപ്പോൾ അത് ഈ 4 രാശി കൊണ്ടാണ് പറയുന്നത്. മീനം, ധനു, മകരം, കുംഭം. അപ്പോൾ അവിടെ ഈ മീനൻ രാശിയിൽ വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനി വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്കും വലിയ പേടിയൊന്നും ആവശ്യമില്ല. ആവശ്യമായ ഭീതി ജനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പിന്നെ നെറ്റിലിങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് അവരോടിങ്ങനെ പറയുന്നത്. വെള്ളം വായിച്ചിട്ടും കേട്ടിട്ടും ഭയന്നു പോയാൽ പോയില്ലേ. എത്രയും ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം കോൺഫിഡൻസ് ആണല്ലോ. അത് കോൺഫിഡൻസ് ലെവൽ താഴോട്ട് പോയാൽ അതിനെ താഴ്ത്താനാണല്ലോ പൊതുവെ ഒരു വ്യക്തിയെ തകർക്കാൻ തീരുമാനിച്ചവർ അയാളുടെ ആത്മവിശ്വാസത്തെ തകർക്കുകയാണ് ചെയ്യുക. ആത്മവിശ്വാസം തകർന്നതോടുകൂടി വ്യക്തിക്കൊന്നിനും ചെയ്യാൻ സാധിക്കാതെ വരുന്നു. ഒരു വാഹനം പോലും അയാൾക്ക് പിന്നെ ഓടിക്കാനാവില്ല. അതാണ് ആത്മവിശ്വാസം ഇല്ലാതെ വ്യക്തിയാണ് കൊണ്ടുപോയിട്ട് എവിടെയും കൊണ്ട് അടിച്ച് വണ്ടിയൊക്കെ അടിച്ച് കിടക്കുന്നതൊക്കെ കാണുന്നില്ലേ. അത് ഡ്രൈവിങ്ങിനെയൊക്കെ ബാധിക്കും. അത് ഞാൻ പണ്ടേ പറയുന്ന പോലെ ആർ യു കോൺഫിഡൻ്റ് എന്ന് ബച്ചൻ്റെ വാക്ക് വളരെ സത്യമാണ്. അത് ശരിയില്ലെങ്കിൽ പോയി. ഒരു കോൾ ഉണ്ട്. ഹലോ 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 എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ 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 കൂടാളി എന്നാണ് വിളിക്കുന്നത്. ആ ശരി, പറഞ്ഞോളൂ. ഡേറ്റ് പറയൂ. എന്താണ് നിങ്ങൾ എന്താണ് ഈ കളിക്കുന്നത്? പറയാന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരാൾ പറയൂ. ഹലോ ആ പറയൂ. പറയാന്ന് 31/10/62. 31/10/62. ഓക്കെ. വൈകുന്നേരം ഓക്കെ. 7 മണി. ആരുടേതാണെന്നും പറയൂ. ഇത് എന്റെ മോന്റെതാണ്. വൈകുന്നേരം 7 മണി. നിങ്ങളുടെ മകൻ്റെ ആണ് അല്ലേ? അതെ അതെ. 63 വയസ്സുള്ള മകൻ്റെ അമ്മയാണ്. എന്നിട്ട് ശബ്ദമെല്ലാം മണിമണി, ടെലിഫോൺ മണി പോലെ ഉണ്ടല്ലോ. സൂപ്പർ ഡയലോഗാണല്ലോ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ഓ ശരിക്കും കേൾക്കുന്നില്ല. അല്ല, നിങ്ങളുടെ ശബ്ദം പതറിയില്ല എന്ന് പറയുക. അത് വളരെ നല്ലതാണെന്ന് പറയുക. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു.
അത് നിങ്ങളുടെ ദീർഘായുസിനെ കാണിക്കുന്നു. എന്തോ ആട്ടെ, മകൻ്റെ കാര്യം പറയട്ടെ. ഏതായാലും മകൻ്റെ തൃക്കേട്ട നക്ഷത്രമാണ്. കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഉണ്ട്, കേൾക്കുന്നുണ്ട്. ഓ, മകൻ്റെ തൃക്കേട്ട നക്ഷത്രം. ഇപ്പം എന്ത് കാര്യമാണ് നിങ്ങൾക്ക് അയാളെ പറ്റി അറിയേണ്ടത്? ഒരു കൊണപ്പാടൊന്നും ആകുന്നില്ല. എനിക്ക് ഗുണപ്പാടാവുന്നില്ലെങ്കിൽ 62 വയസ്സായിട്ട് ഇനിയും ഗുണപ്പാടായില്ലേ, പിന്നെ എന്ത് ഗുണപ്പാടാ ഇനി എന്ത് ഗുണപ്പാടാണ്? എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്കതുപോലും മനസ്സിലാകുന്നില്ല. എന്താണ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് മകനെക്കുറിച്ച്? ഇനി ഏത് രൂപത്തിലുള്ള ഗുണം? ഇനിയൊരു നല്ല ഗുണം ഉണ്ടാവുമോ? ഇതുവരെ അങ്ങനെ. അതെ, അങ്ങനെ ഇനി എന്ത് മാറ്റമാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം 62 വയസ്സായ ഒരു മനുഷ്യൻ ഇനി എന്തോന്ന് പുരോഗതിയാണ് വരാനുള്ളത്? എന്ത് കാര്യമാണ് അയാൾക്ക് ഇനി സംഭവിക്കാനുള്ളത്? അയാൾ ഇപ്പം എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ വണ്ടി എടുക്കല, ഓട്ടോ എടുക്കലാണ്. ഓട്ടോ എടുക്കലാണ്. ഓട്ടോ കൊണ്ട് ഇനി മുമ്പോട്ട് പോകാമെന്നല്ലാതെ ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് മാറ്റമാണ് അയാൾക്ക് വരുത്താൻ സാധിക്കുക? ഈ പ്രായത്തിൽ അയാൾക്ക് വേറെ ഏതെങ്കിലും ഒരു തൊഴിലിലേക്ക് മാറാൻ പറ്റുമോ? അയാൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ എന്താണോ ആ തൊഴിലും ഇങ്ങനെ പോകുന്നു. അതിനെക്കൊണ്ട് അരി മേടിക്കുന്നു, ജീവിക്കുന്നു. വേറെ എന്താണ് ഇനിയിപ്പോൾ ചെയ്യാൻ? അതെ, അതങ്ങനെ തന്നെ. ഇനിയും നാളെയോ അങ്ങനെ തന്നെ. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇനിയും സന്താനങ്ങളോ മറ്റോ സന്താനങ്ങളെ കൊണ്ട് ഗുണം വരണമെന്നൊക്കെ ഉണ്ട്. ആൺകുട്ടികളൊക്കെ ഉണ്ടോ? ആൺകുട്ടികളുണ്ടോ? അത് തന്നെ. ആ ആൺകുട്ടിക്കും വലിയ മെച്ചം വരുമെന്ന് ഇവിടെ കാണുന്നുണ്ട് ജാതകത്തിൽ. അങ്ങനെ വന്നെങ്കിൽ അതിനെ കൊണ്ടൊരു മാറ്റമൊന്നല്ലാതെ ഇയാളൊക്കെ ഇനി ഈ 62 വയസ്സ് ഇപ്പം ഇനി അടുത്ത ഒരു വലിയ പരിവർത്തനവും വലിയൊരു അതൊന്നും പറയാനോ ഇവിടെ പറ്റില്ല. ഇല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജാതകമൊക്കെ നല്ല ജാതകം തന്നെ, പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ കണ്ണിന് വല്ല പ്രശ്നവും പറയുന്നുണ്ടോ? കണ്ണിന് കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. വണ്ടിക്കടക്കടെ എന്തെങ്കിലും പണിയോ അതിനെ കൊണ്ട് അത് ഇപ്പോൾ ഉള്ള നീചരാശിയിൽ നിൽക്കുന്ന ചൊവ്വയാണ്. ആ ചൊവ്വ ദശയായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് ചൊവ്വ തീരാൻ ഇനി 28 മാത്രമേ ചൊവ്വ തീരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ തട്ടും മുട്ടും കൂടും ഈ നീചത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ഇതിൽ. അതേപോലെ ഭാര്യയായിട്ടും പിണക്കവും അതൊക്കെ വരാറുണ്ടോ? അതും ഈ സമയം അതില്ല അല്ലേ? സമാധാനം. അയ്യോ, വലിയ സമാധാനം. ഈ ചൊവ്വയിൽ അങ്ങനെയും പറയുന്നുണ്ട് ഒരു ദോഷഫലം. അപ്പോൾ അതുകൊണ്ട് അതില്ലെങ്കിൽ പിന്നെ സമാധാനം. ഈ വണ്ടീൻ്റെ തട്ടും മുട്ടലല്ലേ ഉള്ളൂ, അവർ തമ്മിൽ തട്ടുകയോ മുട്ടുകയോ ചെയ്യുന്നില്ലല്ലോ. അത് വലിയ സമാധാനമാണ്. അപ്പോൾ ഏതായാലും ഇനി നിങ്ങൾ ചോദിച്ചതിന് പോസിറ്റീവായിട്ടൊന്നും പറയാനില്ല. ഇനി പിന്നെ ഈ കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല സർപ്പത്തിൻ്റെ ദശ നല്ലതായിരിക്കും ഇയാൾക്ക് ചൊവ്വയേക്കാളും 28 ശേഷം. പക്ഷേ അന്നേരവും 65 വയസ്സുണ്ടാവും. അതുകൊണ്ട് അതിന് എത്രത്തോളം ഗുണം വരുമെന്നൊന്നും പറയാൻ കഴിയില്ല. ഏതായാലും സർപ്പദശ നല്ലതാണ്. പിന്നെ ആയുർബലം നല്ലവണ്ണം കാണുന്നുണ്ട്. ആയുസ്സൊന്നും ഒരു കുഴപ്പമില്ല. കേസരി യോഗം പൂർണ്ണമായ തരത്തിലുള്ള ഗ്രഹങ്ങളുടെ അവസ്ഥ വെച്ചിട്ട് ഇയാൾക്ക് നല്ല ആയുസ് ഉണ്ടാവും. ഏതായാലും നന്നായി വരട്ടെ. വേറെന്താ? ആരോഗ്യം ഇപ്പോൾ ഉള്ള ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ലഗ്നാധിപന് കേന്ദ്രമാണ്. അപ്പോൾ വേറെ വലിയ രോഗമൊന്നുമില്ല. അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. പിന്നെ ഈ ഓട്ടോ ഓടിച്ച് കിട്ടുന്നതല്ല, അതിനെക്കൊണ്ട് ഇത്രന്നില്ലേ? ഇപ്പം വണ്ടിയില്ലാതെ മനുഷ്യരുണ്ടോ? ഒരു സ്കൂട്ടി അങ്ങും ഇല്ലാതെ പെൺകുട്ടി പോലും ഉണ്ടാവില്ല. പിന്നെ ആരാണ് ഈ ഓട്ടോ കയറാൻ ആളെ കിട്ടണ്ടേ? അതാണ് പ്രശ്നം. വലിയ പ്രശ്നം തന്നെയാണ്. കുറേ മേഖലയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ നമ്മളെ വാഹനപ്പെരുപ്പം വന്നതോടുകൂടി കാലത്തിൻ്റെ മാറ്റം, കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കേരളത്തിൽ സംഭവിച്ച ആ ഒരു വാഹനപ്പെരുപ്പം, അത് പല രൂപത്തിൽ വണ്ടിയെടുത്ത് റോഡിൽ ഇറങ്ങാൻ പറ്റാതായി. അപകടങ്ങളും വളരെ വർദ്ധിച്ചു. ഒപ്പം ഈ പറയുന്നത് പോലെ കുറേ തൊഴിലാളികൾക്കൊക്കെ മര്യാദക്ക് ഇതില്ല. പ്രൈവറ്റ് ബസ്സുകാർ കുറേ ആൾക്കാർ വിറ്റ് ഒഴിവാക്കുകയാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. ബസ്സിലൊന്നും കയറാൻ ആൾ കുറഞ്ഞു. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാവരുടെ വീട്ടിലും വണ്ടിയായി. അതാണ് അതിൻ്റെ അതുകൊണ്ട് തന്നെ ഈ പണിയിൽ ഇനി അധികകാലം വലിയൊരു ഇതൊന്നും മുമ്പോട്ട്. പിന്നെ ഇയാൾക്കൊന്നും വേറെ തൊഴിലൊന്നും അറിയാതെ കൊണ്ട് ഇങ്ങനെ പോകട്ടെ. ഏതായാലും ചിലവിനുള്ള പൈസ ഇയാൾക്ക് എന്തായാലും കിട്ടും. പിന്നെ സ്വന്തമായിട്ട് ഫോൺ വിളിച്ച് കുറേ ആൾ സ്വന്തം പണി ഉണ്ടാവുമല്ലോ.
അതുകൊണ്ട് അത് അവരൊക്കെ ഇദ്ദേഹത്തിന് തന്നെ വേണമല്ലോ. അങ്ങനെ കുറേ പണി അങ്ങനെ എടുക്കട്ടെ, വേറെ എന്താണ്. ഓക്കെ 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 ഓക്കെ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ ഈ പിന്നെ എന്താ ധനുക്കൂറുകാർക്കാണ് ഇപ്പോൾ കണ്ടകശനി നടക്കുന്നത്. അത് പിന്നെ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം. അവർക്ക് പൊതുവേ ഈ കണ്ടകശനി, 4-ലെ കണ്ടകശനി വാഹന സംബന്ധമായിട്ടും മറ്റൊക്കെ പലവിധ പ്രയാസങ്ങളുണ്ടാവുക, സ്വന്തമായിട്ട് വാഹനം ഒക്കെ ഉള്ളവർ അതൊക്കെ എവിടെയെങ്കിലും തട്ടി മുട്ടി അതിനെ കൊണ്ടൊക്കെ പൈസ, ധനനഷ്ടം വരിക എന്നൊക്കെ ഉള്ള ഫലങ്ങളുണ്ടാവും. പിന്നെ ഭവന നിർമ്മാണം നടക്കുന്ന വ്യക്തികൾക്ക് അതിന് വിഘാതങ്ങൾ വരാം. ഉദ്ദേശിച്ച രൂപത്തിൽ കാശ് കയ്യിലുണ്ടായാലും പണി നടക്കണമെന്നില്ല. പക്ഷെ ഇപ്പം പൊതുവേ നിർമ്മാണ മേഖല ഒന്ന് നന്നായിട്ടുണ്ട് കേരളത്തിൽ മൊത്തം. അതൊരു കഴിഞ്ഞ 1 വർഷം മുമ്പ് ഏറ്റവും മോശമായി കിടന്നൊരു സംഭവമാണ്. അതാണ് ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ വ്യത്യാസങ്ങൾ വരുമെന്ന് പറഞ്ഞതാണ്. ഇപ്പം അന്ന് ഈ മേസ്ത്രിമാരൊക്കെ വലിയ സങ്കടം പറഞ്ഞിരുന്നു. ഇപ്പം അവരാരും ഒരാൾ പോലും എന്നെ ഒന്നും കാണാൻ വരെ വരുന്നില്ല. കാരണം എന്താണ്, അവരൊക്കെ പണീൻ്റെ തിരക്കാണ്. അതാണ്, പണിയൊന്നും ഇല്ലെങ്കിൽ ഒന്ന് ഇന്ദുലാലിനെ കണ്ടിട്ട് സംഭവം അറിഞ്ഞു കളയാം എന്ന് വിചാരിക്കും. പണിയില്ല, പിന്നെ പണിയുണ്ട പിന്നെ ഇത് ആർക്കും അറിയണ്ടല്ലോ. അങ്ങനെയാണല്ലോ. ജ്യോതിഷത്തിനെ പല രൂപത്തിൽ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു ദോഷമൊന്നും ഇല്ലെങ്കിലും സമയത്തിൻ്റെ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കളയാം എന്ന് വിചാരിച്ചിട്ടൊക്കെ വരുന്ന അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. പക്ഷെ മഹാഭൂരിപക്ഷവും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോഴാണ് വരിക. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ വലിയ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ലാതെ ആൾക്കാരും, അവരോടാണ് നമുക്ക് വലിയ ബഹുമാനം. കാരണം അങ്ങനെയുള്ളവർ വന്നാലേ നമുക്കും കാര്യമുള്ളൂ. അവർ വന്ന് 2 രത്നക്കല്ലൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളെ ചിലവും കഴിയണ്ടേ. അപ്പോൾ അത് അത്തരം ആൾക്കാർ ധാരാളമായിട്ട് വരാറുണ്ട്. പ്രത്യേകിച്ചും ഗൾഫിൽ നിന്നൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് കണ്ടിട്ട് വിവരങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് എന്തെങ്കിലും വല്ല കേട് വരാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുണ്ട്. അത് എത്രയോ ആൾക്കാരെ രീതികളും വ്യത്യസ്തമാണ്. അതായത് പിന്നെ ഒരു നല്ല ഒരവസ്ഥയിൽ ഉണ്ടാകുമ്പോൾ ചില ആളുകൾക്ക് ഭീതിയും ഉണ്ടാവും. കാരണം ഈ നമ്മളെ ഒരു വേറൊരു സ്റ്റേജിലെത്തിയിട്ട് താഴോട്ട് പോകുമ്പോഴാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ആ സമയത്ത് തകർന്നു പോകും മനുഷ്യൻ സാധാരണ. കാരണം മറ്റുള്ളവർ ഏതൊരു വ്യക്തിയും പണ്ടേ ആരോ പറഞ്ഞതുപോലെ മരം മുറിക്കുമ്പോൾ അത് വീഴുന്ന കാണാൻ ചുറ്റിലും ഗ്രാമം മുഴുവൻ വരുമെന്നാണ് പണ്ടേയുള്ള വർത്തമാനമാണത്. ഒരു നല്ല BMW കാർ ഇങ്ങനെ റോഡിൽ പോകുമ്പോൾ ആരും നോക്കില്ല. അത് അടിച്ച് കിടക്കുമ്പോൾ അതിനെക്കൊണ്ട് കമൻറ്റ് പറയാനൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും പോലും. മനുഷ്യർക്ക് അങ്ങനെയാണ് പോലും, മനുഷ്യ മനസ്സേ അങ്ങനെയാണ് പോലും. ഒരാളുടെ ദോഷമല്ലെന്നാണ് പറയുന്നത്. ആന ചവിട്ടിയ മുറം പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമൻറ്റ് പറഞ്ഞിട്ട് ചുറ്റിലും നിൽക്കും പോലും ആൾക്കാർ. ഈ കാറ് ഒന്നും ഒരു പൊടി പോലും ഇല്ലാതെ ഇങ്ങനെ എവിടെയും കൊണ്ട് വെച്ച ഒരാൾ മൈൻഡാക്കുക കൂടിയില്ല. അത് മനുഷ്യരങ്ങനെയാണ് പോലും. നമ്മൾ നശീകരണ വാസന മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പോലും. അതാണ് അത് ഒരാളുടെ ഈ വേൾഡ് വൈഡായിട്ടുള്ള സംഗതിയാണ്, സൈക്കോളജിയാണത്. നമ്മൾ ഇന്ത്യക്കാർക്കോ കേരളക്കാർക്കോ മാത്രമല്ല ആ രോഗം ഉള്ളത്. അതിനെക്കുറിച്ച് തെറ്റിദ്ധരിക്കണ്ട. നമ്മളെ നാട്ടുകാർ മാത്രമാണ് ഈ സൂക്കേടുള്ളവർ, കണ്ണുകടി, അതൊന്നും അങ്ങനെ ആരും വിചാരിക്കണ്ട. എല്ലാവർക്കും ഉണ്ട് ഇത്. അത് അങ്ങനെ കണ്ടാൽ മതി. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? കരിയാട്. ശരി സാർ, പറയൂ. 1986. ശരി,
പിന്നെ മാർച്ച് 2 ഞായർ പകൽ 1:15. ഓക്കെ. വിശാഖ നക്ഷത്രം. അതെ, വിശാഖ നക്ഷത്രം. ആരാണ് നിങ്ങളുടെ ആരാണ്? മകളാണ്. എന്താണ് മകളെ കൊണ്ട്? അവക്ക് ജോലിയും ഒരു വീടെടുക്കണമെന്നുണ്ട്, ഇപ്പൊ ഉദ്ദേശിക്കുന്നുണ്ട്. ശരി. വീടെടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അല്ലേ? ഇപ്പം നടക്കുന്നത് കേതുവിൻ്റെ ദശയാണ്. അതിൽ സൂര്യൻ്റെ അപഹാരമാണ്. ഈ 6-ാം മാസത്തിന് ശേഷം സമയം തെളിയുന്നുണ്ട്. ഈ ജൂൺ മാസത്തിന് ശേഷം. ഹലോ ഹലോ ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ 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 കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. അപ്പോൾ കേൾക്കുന്നുണ്ട്. ഈ ജൂൺ മാസത്തിന് ശേഷം അതിനുള്ള പരിപാടികൾ നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. അധ്യാപികയാണോ? അല്ല. പിന്നെ എന്ത് ജോലിയാണ്? ചിത്രം വരക്കുന്ന ആളാ. കലാകാരിയോ? ആർട്ടിസ്റ്റ്. എയർഫോഴ്സിൽ ആർട്ടിസ്റ്റാ. ഒപ്പ എയർഫോഴ്സിൽ ആർട്ടിസ്റ്റോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ ഭഗവാനെ. ഇതെന്താ കഥ? അങ്ങനെയുണ്ട്. വളരെ ചുരുക്കം റെയർ കേസേ ഉള്ളൂ. എൻ്റെ അറിവ് പരിമിതമാണല്ലോ. ഇത് ഇന്ന് വരെ എൻ്റെ അറിവിൽ എയർഫോഴ്സിലൊരു ആർട്ടിസ്റ്റായിട്ട് അതെങ്ങനെയാണ് അതിൻ്റെ അപ്പോൾ റാങ്ക് മറ്റവരെ പോലെ റാങ്കെല്ലാം കറക്റ്റായിട്ട് പിന്നെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ? അല്ല, സിവിലിയൻ. ഓ അത് ശരി. മനസ്സിലായി. ഓക്കെ. അപ്പോൾ ഒരേ പോസ്റ്റായിരിക്കും എപ്പോഴും അല്ലേ? അതെ. പക്ഷേ അത്യാവശ്യത്തിന് മാത്രമേ ചിത്രകളി എടുക്കൂ, ബാക്കി ക്ലറിക്കൽ സ്റ്റാഫാ. അത് ശരി. ഓക്കെ. ഏതായാലും ജാതകം പിന്നെ ഭർത്താവിനെ കൊണ്ടും വലിയ നേട്ടമാണ് കാണുന്നത്. ഭർത്താവ് അവിടെ തന്നെയാ? ഭർത്താവ് അവിടെ വർക്ക് ചെയ്യുന്നില്ല, അവരെ കൂടെയുള്ളത്. ശരി. അയാൾ എന്താണ് ചെയ്യുന്നത് പിന്നെ? ഭർത്താവിനെ കൊണ്ട് നേട്ടം എന്നുള്ള ബലമുണ്ടല്ലോ. അവൻ സിവിലിയനായിട്ട് വർക്ക് ചെയ്യും, അതൊരു ആർട്ടിസ്റ്റ് തന്നെയാ. അത് ശരി. അല്ല, ഇവിടെ ഭർത്താവിനെ കൊണ്ട് നേട്ടം എന്നുള്ള ബലമാണല്ലോ. അപ്പൊ അങ്ങനെയല്ലേ? ഞാൻ പറഞ്ഞതിന് വ്യത്യാസം വന്നോ? രണ്ടാളും ഒരുത്തേ തന്നെയാ. അത് രണ്ടാളും ഒരുത്തേ തന്നെ ആണെങ്കിലും നല്ല ഭർത്താവിനെ കൊണ്ട് നല്ല നേട്ടമല്ലേ ഈ സ്ത്രീക്കുള്ളത്, നിങ്ങളുടെ മകൾക്ക്? മോശമില്ല. ഒരു ഇതുമില്ല, നല്ല ബന്ധം. അതെ, അതാണ് ഇവിടെ കാണുന്നത്. ഹാപ്പി ആണെന്നാണ് കാണുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പം നടക്കുന്ന കേതുദശയാണ്. ദശ അത്ര നല്ലതല്ല. പിന്നെ അതേപോലെ പിന്നെ ലഗ്നാധിപന് നീചാവസ്ഥയുണ്ട്. അതുകൊണ്ട് ആരോഗ്യ സംബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് പിന്നെ ബുധനെ ശക്തിപ്പെടുത്തുന്നത് നല്ലതാണ്. ഇപ്പോൾ ബുദ്ധിക്ക് പിന്നെ അതുപോലെ തെളിച്ചം വരാനൊക്കെ ഈ ബുധൻ്റെ രത്നക്കല്ലായ മരതകൊക്കെ ധരിക്കുന്നത് ഈ സ്ത്രീക്ക് വളരെ ഗുണം ചെയ്യും, നിങ്ങളുടെ മകൾക്ക്. അതുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ വന്ന് കാണാൻ പറയൂ. കരിയാടുന്നൊന്ന് തലശ്ശേരി വന്ന് എന്നെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ. കാരണം ഇവിടെ വീട്ടുപണിന്റെ കാര്യം എന്തെങ്കിലും തുടങ്ങാൻ ഞാൻ പറഞ്ഞല്ലോ, ജൂൺ മാസം തുടങ്ങാന്ന് പറഞ്ഞല്ലോ. ജൂൺ ഇനിയിപ്പോൾ അത്രയല്ലേ ഉള്ളൂ, 2 മാസമല്ലേ ഉള്ളൂ. ഇപ്പൊ സ്കൂൾ കുട്ടികൾ വരുമ്പോ തുടങ്ങും. ശരി. ഒരു കാൽഭാഗം കുയ്യാട്ടിട്ട് വെച്ചിട്ടുണ്ട്. കുയ്യാട്ടിട്ട് അങ്ങനെ തുടക്കട്ടെ, നടക്കട്ടെ കേട്ടോ. ജാതകം ദൈവാനുഗ്രഹമുള്ള ജാതകം എല്ലാം നടന്നു വരും. ഓക്കെ. ശരി. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതേ കണ്ടില്ലേ, ഇതേപോലെ പുതിയ പല അറിവുകളും നമുക്ക് ഈ എയർഫോഴ്സിലെ ആർട്ടിസ്റ്റിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൽ ഇന്ന് വരെ വരാത്തൊരു കാര്യമാണ്. അതാണ് ഇപ്പോൾ ഈ റെയിൽവേയിൽ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അറിയാം. ഇപ്പോൾ ഇതിനിടെ എന്നെ കാണാൻ ഒരു ടീച്ചർ വന്നിരുന്നു. അവർ
റെയിൽവേയിൽ ചിത്രകലാ അധ്യാപികയാണ്. വലിയ നല്ല ശമ്പളവുമാണ്. അങ്ങനെ പക്ഷേ എയർഫോഴ്സിൽ ഇങ്ങനെയുള്ളൊരു പോസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പുതിയ അറിവാണ്. ഇതാണ് നമുക്കെല്ലാം ഒന്നും, അതുകൊണ്ടാണ് ചാവുന്നവരെ പഠിപ്പ് തന്നെയാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പഠനം മരണം വരെയാണെന്ന് പറയുന്നത്. അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം പഠിച്ചു വന്നു, ഒന്നും പഠിച്ചിട്ടില്ല. എത്രയോ കിടക്കുന്നു പിന്നെയും ബാക്കി അറിവുകൾ. പിന്നെ അതാണ് ഇപ്പം ഒരു വർത്തമാനത്തിലൂടെ ഒരു പുതിയ അറിവ് കിട്ടി. ഇതേപോലെ അറിവുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അത് പണ്ട് ഇപ്പം പിന്നെ നെറ്റൊന്നും മറ്റ് പല രൂപത്തിലുമാണല്ലോ ഇപ്പോൾ അറിവ് ലഭിക്കുന്നത്. വർത്തമാനത്തിലൂടെ അറിവ് ലഭിക്കുന്നതിനേക്കാളും എത്രയോ ഇരട്ടി വേറെ രൂപത്തിലേക്ക് കിട്ടുന്നുണ്ട്. നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ വായനയിലൂടെയായിരുന്നു അറിവ് നേടിയത്. പിന്നെ എന്താണ് എനിക്കുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി കുട്ടിക്കാലത്തുള്ള ഒരേ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, വേറെ ഒരുപാട് ദോഷങ്ങളുണ്ടായിരുന്നു, പക്ഷേ ക്വാളിറ്റി എന്ന് പറയുന്നത് വായനയായിരുന്നു. അപ്പോൾ ആ വായന അന്ന് വായിച്ചതുകൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ ഇതായത്. ഇപ്പോഴത്തെ തലമുറക്ക് വായനയിൽ നിന്നും വളരെ പുറകോട്ട് പോവുകയാണ്. ഒന്നാമത് വായന വേറൊരു മേഖലയിലേക്ക് വായന മാറുന്നുണ്ട്, അത് മറ്റൊരു കാര്യം. ഈ പുസ്തക വായന പുതിയ തലമുറക്ക് എത്രത്തോളം അത്ര വലിയ ഗൗരവത്തിലെടുക്കുന്നുണ്ടെന്ന് എനിക്ക് പിന്നെ ഇതില്ല. കാരണം പുതിയ തലമുറ അതിനകത്തൊക്കെ വളരെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർക്ക് അറിവുകൾ നേടാൻ വേറെയും വഴികളുണ്ടല്ലോ പലതരത്തിലും. ഞാനീ പറയുന്ന പോലെ ഗൂഗിളും നെറ്റും വിശാലമായ ഇനി AI ലോകവും, അതൊന്നും ഇനി നമ്മളാരും ഉദ്ദേശിക്കുന്നതൊന്നും അല്ലല്ലോ. അത് വേറൊരു അവിടെ പിന്നെ ഇനി എന്തെല്ലാം പരിവർത്തനങ്ങൾ ഇനിയും നമ്മളെ പ്രപഞ്ചത്തെ കാത്തു കിടക്കുന്നു എന്നൊന്നും പറയാനാവില്ല. അത്തരത്തിലാണ് കാര്യങ്ങളുടെ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് പോകുന്നത്. ഏതായാലും വിഷു എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുക, നമ്മളെ കൊണ്ടാവുന്നത് പോലെ. അതാണല്ലോ നമ്മൾ അതും ഈ പറഞ്ഞതുപോലെ തലമുറകൾ മാറുമ്പോൾ അതിനും വ്യത്യാസം വരാം. പക്ഷെ ഇതൊക്കെ കൈമോശം വരാതെ കൊണ്ടുപോകേണ്ടതും നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. പിള്ളേച്ചനെ പണ്ട് കണി കാണിച്ച പോലെ കണി കാണരുത്, നല്ല കണികൾ കാണാൻ അഷ്ടമംഗല വസ്തുക്കൾ കണി കൊണ്ട് നാളത്തെ പ്രഭാതം ഒരു 4 മണി 5 മണി ആ സമയത്തൊക്കെ കണി കാണാൻ നല്ല സമയമാണ്. ആ സമയം തന്നെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ 3:30, സാധാരണഗതിയിൽ 3:30 to 5 ആയിരിക്കും ബ്രാഹ്മ മുഹൂർത്തം. നാളത്തെ കണി സമയവും അത് തന്നെ. ആ സമയത്ത് തന്നെ പണിയൊക്കെ വെച്ച് ഒരുക്കി, ഇന്ന് രാത്രി തന്നെ ഒരുക്കി നാളെ കാലത്തെ അതൊക്കെ കണ്ട് ഭഗവാന്റെ എന്താണ് കർണികാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കണിക്കൊന്ന അതിൻ്റെ നല്ല ഭാഷയാണ് കർണികാരം. കർണികാരം കണ്ട് സന്തോഷിച്ച് മഞ്ഞ പൂക്കളും ഭഗവാന്റെ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹവും അതൊക്കെ കണിയിൽ നിർബന്ധമാണ്. അതൊക്കെ കണ്ട് അങ്ങനെ എല്ലാവരും സന്തോഷിപ്പിൻ, അർമാദിപ്പിൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർക്കും അതേപോലെ പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടവർക്കും എന്നെ ഇവിടെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാം. ഓൺലൈനായിട്ട് ഫലം അറിയേണ്ടവർക്ക് ഗൂഗിൾ പേ വഴി ദക്ഷിണ അയച്ചുകൊണ്ട് വാട്സാപ്പിൽ ഡേറ്റും സമയവും അയച്ച് അങ്ങനെയും സൗകര്യമുണ്ട്. ഏത് ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.